മാനേജരും മഞ്ഞപ്പത്രക്കാരനും നീ ഉൾപ്പെടെ അഭിനയിച്ച് തകർക്കുമ്പോ ആന്റിയുടെ ഭാഗം അഭിനയിക്കാൻ അവര് കൃത്യമായിട്ട് അവിടെ എത്തി. താലികെട്ട് മംഗളമായിട്ട് നടന്നു. എന്നിട്ട് അവൻ ഉളുപ്പില്ലാതെ വിശദീകരിക്കാൻ വന്നിരിക്കുന്നു. പരമ നാറി. ഇങ്ങനൊക്കെ തന്നെ സംഭവിച്ചത്. ഒരു പീറ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് അവളെ ഭാര്യയാക്കി എന്റെ ജീവിതം തുറയ്ക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലടാ. ചേട്ടത്തരം കാണിച്ചിട്ട് വെല്ലുവിളിക്കുന്നോടാ. അതെടാ, എന്റെ ജീവിതം ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അത് ചോദിക്കാൻ നിനക്കെന്താ അവകാശം? എടാ, എങ്കിൽ പിന്നെ എന്തിനാണ് നീ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടിയത്? എന്റെ ജീവിതത്തിൽ എന്തിനാ അവളെ കൊണ്ട് നിർത്തിയെന്നോ? എടാ, നിനക്ക് ഇറക്കി വിടാൻ മേലായിരുന്നോ? എന്തിനാ കൂടെ നിർത്തിയത്? തെമ്മോടത്തിനും പറയുന്നതാ. തൊട്ടുപോകരുത്. ഇനി എന്റെ ദേഹത്തോട്ടാ നീ വിവരം അറിയും. എന്താ അവിടെ? എന്താണ് അവിടെ ഒച്ച മേളൊക്കെ? എന്താണ് ഇവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലാത്തോണ്ടാണോ അരക്ക് മേളൊക്കെ ഞാൻ കേട്ടത്? എന്തായിരുന്നു ഇവിടെ അരക്ക്? അറിയണോ? അറിഞ്ഞേ പോകത്തുള്ളോ? നന്ദമോനെ എന്താ? മിണ്ടി പോരുത്. കേറിപ്പോക്കെ. അകത്ത് കയറിപ്പോനല്ലേ പറഞ്ഞത്? നന്ദൻ പോ. ഇനി ഇവിടെ നിൽക്കണ്ട. വാ മുരളേട്ടാ, വാ വാ. നീ വിട്ടേ അങ്ങോട്ട്. ചതിയനായവൻ. പാവം പിടിച്ചൊരു പെണ്ണിന് പറഞ്ഞു പറ്റിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? അവളുടെ പഠിത്തവും കളഞ്ഞ ഭാവിയും തൊലച്ച് ഒരു പെണ്ണിനെ നഷ്ടപ്പെടുത്താനുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി. ഇനി അവൾക്കൊരു ജീവിതം ഉണ്ടോ? മറ്റൊരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ പറ്റും? എല്ലാം കവർന്നെടുത്തില്ല ഈ നാറി. മുരളേട്ടാ, നീ മാറി അങ്ങോട്ടും. നീ ഒന്നോർത്തോ, ദേവിക എന്തെങ്കിലും കടുങ്കൈ ചെയ്ത അതിന് കാരണക്കാരൻ നീയാണെന്ന് ആദ്യം സാക്ഷി പറയുന്ന ഞാനായിരിക്കും. മുരളേട്ടാ, ഇങ്ങോട്ട് വന്നേ. വോ. തോന്നിയത് അവർ തമ്മിൽ വഴക്കിട്ടെന്നു. ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വാതിലടിച്ച് മുറിക്കാത്തിരുന്ന് പഠിക്കുന്ന നീ എങ്ങനെ ഒച്ചമേളം കേൾക്കാനാ? അതൊക്കെ കേട്ടോണ്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത്. ചീറ്റപ്പൊലിയെ പോലെ അവൻ എന്റെ നേരെ വന്നത്. ഞാൻ എന്റെ ജീവനും കൂടെ ഓടിപ്പോന്നു. ഇനി മുരളിയേട്ടനും ഗൗരിയച്ചും തമ്മിലാണോ വഴക്കുണ്ടായത്? ഒരിക്കലും അല്ല. നന്ദമോനും മുരളിയും തമ്മിലാ. അതിലൊരു സംശയവും ഇല്ല. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തോന്ന്? നന്ദേട്ടനും മുരളിയേട്ടനും തമ്മിൽ വഴക്കിട്ടെന്നു. ലോകത്ത് വേറെ ആരെ പറ്റി പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇത് അവര് തമ്മിൽ ഈശാപോശം ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. രണ്ടുപേരുടെ മുഖം അതുപോലെ ഇരുന്നു. നന്ദമോന്റെ മുഖത്ത് ഒരു തുള്ളി ചോരമയേ ഇല്ല. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം അവര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഗൗരിയച്ചയുടെ അമ്മ ചോദിച്ചില്ലേ? ചോദിച്ചു. പഠിച്ച കല്യ അവള്. ഒന്നുമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറി കളഞ്ഞു. അവളെന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, ഞാൻ പറയിപ്പിച്ചോളാം. നല്ല കണക്കിന് കൊടുക്കണം. അത്രയ്ക്ക് വിളഞ്ഞ സാധനം. പാവ എന്റെ ദേവികേടത്തിയായിരുന്നെങ്കിൽ അമ്മ എന്ത് ചോദിച്ചാലും പേടിച്ച് വിറച്ചുള്ള കാര്യം പറയും. അവളുടെ ഒരു ദേവികേടത്തി. എന്താ ദേവികേടത്തിക്ക്? അവളോടെ കാണിച്ചൊക്കെ അവളുടെ അഭിനയടി. ചന്ദ്രോത്ത് വന്ന് കയറിയതിന് ശേഷം അവളുടെ തനിഗുണം പുറത്തു വന്നത്.
എന്നോട് മീനാക്ഷിയോടൊക്കെ സംസാരിക്കുമ്പോഴേ അവളുടെ കണ്ണ് ഒതളങ്ങിയ പോലെ പുറത്തോട്ട് വരുന്നത്. ഒരു പരിവത്തിന് കിട്ടിക്കഴിഞ്ഞാ അവളെന്നെ കുനിച്ചെടുത്ത് ഇടിക്കും. അത്രയ്ക്ക് ചങ്കൂറ്റ അവൾക്കിപ്പോ. അമ്മയ്ക്കത് കിട്ടണം. ഇവിടെ ഇട്ട് കൊല്ലാതെ കൊല്ലുമായിരുന്നല്ലോ. എന്റെ ഗൗരിച്ചോട് അങ്ങനെയൊന്നും കാണിക്കാത്തത് വിവരം അറിയും. എനിക്കൊരു ഗൗരിയം പേടിയില്ല. പുത്തമ്പുറത്തെ ആയതുകൊണ്ട് ഞാനൊരു അല്പം ക്ഷമ കാണിക്കുന്നതാ. ഇരിപ്പും കുടിശ്ശിയൊക്കെ കൂടി ഞാൻ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. അമ്മ ചെന്ന് ഗൗരിച്ചോട് രണ്ടെണ്ണം പറഞ്ഞാ മതിയായിരുന്നു. അഹങ്കാരിയ. എന്തൊരു അഹങ്കാരം ഇത്. നിക്കണേ അവിടെ. എങ്ങോട്ടാ കുറ്റിയും പറിച്ച് ഓടുന്നത്? എന്താടി അവിടെ പ്രശ്നം? നിന്റെ ചെവി അടഞ്ഞിരിക്കാണോ? ചോദിച്ചത് കേട്ടില്ലടി. അവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ദേ മുഖത്തോക്കി കള്ളം പറഞ്ഞ ഒറ്റ കുത്തുവെച്ചേരി ഞാൻ. നിന്റെ മുഖം കണ്ടാലറിയാം അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നെന്ന്. അത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അവരുടെ ഏതോ കൂട്ടുകാരന്റെ പേര് പറഞ്ഞ മുഷിനി സംസാരിച്ച്. ഏതൊരു കൂട്ടുകാരനോ? ദേ കൂടുതൽ വലിച്ചെടുക്കല്ലേ എന്നോട്. സത്യം പറയടി, അവര് തമ്മിൽ എന്തിനാ വഴക്കിട്ടത്? എന്താ ഇവിടെ? അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? എടാ അത് എന്താ അറിയണ്ടേന്നാ? നന്ദനും മുരളേട്ടനും തമ്മിൽ വഴക്കുണ്ടായോന്ന് അമ്മയ്ക്ക് അറിയണ്ട. അതറിയണം. ആ, ഞങ്ങള് തമ്മിൽ വഴക്കിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തം തള്ളും അടിയും ഒക്കെ ആയി. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ കേക്കണത്? നീ നന്ദമോനെ അടിച്ചോ? ആ, അടിച്ചു. ഇനി അടിക്കും. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? നീ എന്ത് ചരിത്രമാണ് നന്ദമോനെ? നന്ദന്റെ പേരിൽ ഒരു അക്ഷരം ഇവിടെ മിണ്ടി പോരുത്. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? കേറി പോകത്തോട്ട്. മുരളേട്ടാ, എന്താടി നിനക്ക്? മോറി ഓടും. എന്താണ് ഇവിടെ നിൽക്കുന്നത്? കൊണ്ടുപോയി കഴുകി. അല്ലേ വെള്ളം നിപ്പ് കണ്ടില്ലേ? കൊണ്ടുപോയി കഴുകി. ഓടി അങ്ങോട്ട് പോ. ഓടി. അമ്മേ, നിന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ചുമച്ച് ഛർദിച്ച് ആള് താഴെ പോയനെ. ഇങ്ങനെയാണോ ഒരു രോഗിയെ നോക്കുന്നത്? ഞാൻ ഈ പാത്രങ്ങൾ കഴുകാൻ ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇറങ്ങി പോടി. പോവാൻ. പോ. അമ്മ, ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെക്കാളും താഴെയാണോ ഈ വീട്ടിൽ എന്റെ സ്ഥാനം? ദേവി എന്തായി പറയുന്നേ? ഉള്ള സത്യം ഞാൻ പറയുന്നത്. അതെല്ലാവരും കേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്?
അങ്ങനെ ചെയ്യാൻ ഈ വീട്ടിൽ ഒരാളേ ഉള്ളൂ, നന്ദുന്റെ അമ്മ. ഇവൻ എതിർത്തൊന്നും പറയുന്നില്ലല്ലോ. എതിർത്താലും ഫലമില്ലാന്ന് മനസ്സിലായി കാണും. വേണ്ട, അവളെ ഇപ്പൊ ഉണർത്തണ്ട. അവള് നല്ല ടേഡാ. അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആ ഡോർ അടച്ചിട്ട് പോ. അങ്ങനെ എന്തിയാടാ? നിന്നോട് ഞാൻ ചോദിച്ചു അങ്ങനെ എന്തിയെന്ന്. എനിക്കറിയില്ല. ഓ, ആ നശൂലത്തിനെ കണി കൊണ്ടുപോയ അന്നത്തെ ദിവസം പോക്ക. കെട്ടിയെടുത്ത് എങ്ങോട്ടേലും കൊണ്ട് കളയാൻ പറഞ്ഞ അതും കേക്കില്ല. എന്തൊരു വിധിയാ ഇത്. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഒന്ന് തന്നെ ഇന്നലെ ഇവിടെ നടന്നത് വല്ലതും ആന്റിയോട് ചെന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞാടല്ലോ. നീ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്ത? എടാ ആണോന്ന്? ആ അതെ. എന്തോന്ന് ആഹാന്ന് വന്നല്ലോ കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ആരും കൂടെ ചേർന്ന് എന്നെ വരട്ട് നിലയ്ക്ക് നിർത്താന്ന് വല്ല പ്ലാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാർഗവി അതിന് നിന്ന് തരുമെന്ന് രണ്ടാളും മോഹിക്കണ്ട. എന്താ മുരളിയേട്ട രാവിലെ തന്നെ പ്രശ്നം? കുന്തം, നിന്റെ ഉടായ്പൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മലയാളത്തിലല്ലേ ഇപ്പൊ പറഞ്ഞത്, ഇനി സംസ്കൃതത്തിൽ പറയണോ? മുരളിയേട്ട എന്താ കാര്യം? അങ്ങോട്ട് നോക്കടി. ഇന്നലെ നന്ദമോനായിട്ട് വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് നീ ഒന്നും പറയണ്ട. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ എനിക്കറിയാം. അതറിഞ്ഞിട്ട് ഞാനൊരു വരവ് വരും. അത് അന്നേരമല്ലേ ചന്ദ്രോത്ത് എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയ ബാക്കിയൊക്കെ തന്നെ തന്നെ അങ്ങ് അനുഭവിച്ചോണം. ഓഹോ, അപ്പൊ ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ട്. അതാ രണ്ടുപേർക്ക് ഇത്രയ്ക്ക് വേവലാതി. നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് മണി പോലെ ഞാൻ പിന്നെ പറയിപ്പിച്ചോളാം. ഭാർഗവിയോടാ കളി.
അവനിപ്പോ തള്ളേക്കാളും വലുത് കെട്ടിയോളാ. വന്ന് കേറിയില്ല, അതിനു മുമ്പേ തലേണ മന്ത്രം ഓതി സാരിത്തുമ്പിൽ അങ്ങ് കെട്ടിയിട്ടിരിക്കുക. കാണിച്ചു തരാടി നിന്നെയൊക്കെ. എന്റെ അടുത്താണ് അവളൊക്കെ കളിക്കണം. രാവിലെ തന്നെ ഇത്രയൊക്കെ കേൾപ്പിച്ചപ്പോ തൃപ്തിയായല്ലോ. അമ്മയും മോനും കൂടെ വഴക്കുണ്ടാക്കിയാലും കിടക്കപ്പുറത്ത് ഇല്ലാത്തത് എനിക്കാ. എടി, കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് വന്ന ഇങ്ങനെയൊക്കെ മുരളിയേട്ടാ, മിണ്ടായിരിക്കടി. എടാ എടാ മുരളി, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നടാ, വേഗം വരാൻ. വാടാ ഇങ്ങോട്ട്. എന്താ കാര്യം? എന്താ? ഇങ്ങോട്ട് വാടാ. ദാ, നോക്കടാ, ഇത് കണ്ടോ? കണ്ടോ, നിന്റെ വണ്ടി കിടക്കണ കണ്ടോടാ? ഹായ്. താൻ എന്തോടോ ഈ കാണിച്ചത്? വളവ് തിരിഞ്ഞപ്പോ കൺട്രോൾ കിട്ടിയില്ല. വണ്ടിക്ക് തീരെ സ്പീഡില്ല. മുഹൂർത്തത്തിന് ചെന്നില്ലെങ്കിൽ താടി കെട്ടാൻ പറ്റുമോ? എടാ, ഈ നാശത്തിന് എവിടെയെങ്കിലും തല്ലിക്കൊന്ന് കൊണ്ട് കളയാൻ പറഞ്ഞ അതും കേൾക്കില്ല. ഇയാളെ ഈ വീടിനൂടെ തീയിട്ടാലേ നീയൊക്കെ പഠിക്കുള്ളൂ. ഈ ചേപ്പാട് ചിറ്റപ്പന്റെ 16 അടിയന്തരം നാളെയല്ലേ മോളെ? ചേപ്പാടി ചിറ്റപ്പനല്ല, തന്റെ 16 അടിയന്തരം ഞാൻ ഇന്നിവിടെ നടത്തും. ആ, ഇയാളുടെ പെണ്ണുമ്പള താമസിക്കുന്ന എവിടെയാണെന്നൊന്നും പറഞ്ഞു കൊടുക്കടാ. അവിടെ കൊണ്ട് തള്ളി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ വരുമ്പോ ഈ മാരണത്തിന് നീ ഇവിടെ കണ്ടുപോകരുത്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയാ, അതും കൊണ്ട് തുലച്ചു. ഇങ്ങനെയുള്ള പ്രാന്തന്മാരൊക്കെ എന്റെ വീട്ടിലോട്ടാണല്ലോ ദൈവമേ. എടാ, എന്നെ ഒന്ന് പിടിച്ചിറക്കണ, ഇറങ്ങാൻ പറ്റുന്നില്ല. താൻ അവിടെ കിടക്കണോ? സ്റ്റേഷനിൽ നാളെ വരട്ടെ. എടാ, എന്തിനാ മുരളിയേട്ടാ ഈ ബാധ്യത നമ്മൾ ഇങ്ങനെ ചുമക്കുന്നേ? അമ്മ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ കൊണ്ടാക്ക്, അതാ നല്ലത്. എവിടെയാ? സിദ്ധുവിന്റെ റൂമിലാണോ? അല്ല, അങ്ങോട്ട് പോവാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സിദ്ധു ഭക്ഷണമൊക്കെ കാര്യമായിട്ട് കഴിക്കുന്നില്ലേ? ഉണ്ട്. ഉറക്കം എങ്ങനെയാ? നന്നായി ഇറങ്ങുന്നുണ്ട്. രാത്രി അടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് പറയും. നിനക്കവിടെ അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. നിനക്കെന്ത് പറ്റി? സുഖമില്ലേ? അസുഖമൊന്നുമില്ല. നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കോ. നന്ദന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? കല്യാണം ഉറപ്പിച്ചു വെച്ചതാണെങ്കിലും ഇങ്ങനെ ഒരു സീൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് ചെറിയൊരു നാണക്കേടായി അല്ലേ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അല്ല, മറുപടിയൊന്നും കേട്ടില്ല. വീഡിയോ വൈറലായി, എല്ലാരും കണ്ടു. നീ കണ്ടില്ലേ? കണ്ടു. സിദ്ധുവിനെ കാണിച്ചെന്ന് രജനി പറഞ്ഞു. വീഡിയോ കണ്ടപ്പോ നിനക്കെന്താ തോന്നിയത്? എനിക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ,
ഒരു തമാശ. എനിക്കത്രേ തോന്നിയുള്ളൂ. പക്ഷേ കല്യാണം ഉറപ്പിച്ച ആളുകളാണെന്ന് ഇത് കണ്ടവർക്കറിയില്ലല്ലോ. ആ നാണക്കേട് മാറണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും സംസാര വിഷയമാകുന്ന വിധത്തിൽ ആർഭാടമായിട്ട് അവരുടെ കല്യാണം നടത്തണം. അത് കണ്ടാലേ ഇപ്പൊ ഉണ്ടായ അപവാദങ്ങളൊക്കെ അടങ്ങും. വിവരം അറിഞ്ഞപ്പോ തന്നെ ബലരാമൻ വിളിച്ചിരുന്നു. നന്ദന്റെയും മീരയുടെയും കല്യാണം ഉടനെ നടത്തണമെന്ന് തന്നെയാ തീരുമാനം. കല്യാണം നടക്കുമ്പോ സിദ്ധുവിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എന്താ നിന്റെ അഭിപ്രായം? ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റില്ലെങ്കിൽ, ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിൽ നീയും അവിടെ സിദ്ധുവിന്റെ കൂടെ നിൽക്കേണ്ടി വരും അല്ലേ? സാരമില്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നന്ദൻ മീരയെ താലി കെട്ടുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടാവും. അതിന് ഞാൻ അവസരം ഉണ്ടാക്കിത്തരും. തന്നിരിക്കും. ആ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. ഞാൻ ഡോക്ടറെ വിളിച്ച് പറയണോ? വേണ്ട. കല്യാണം ഇങ്ങെടുത്തു. എല്ലാവർക്കും വലിയ തിരക്കാവും. നിന്നെ ശ്രദ്ധിക്കാൻ നീ മാത്രമേ കാണൂ. അത് ഓർമ്മ വേണം. നന്ദന്റെ മീരയുടെ കല്യാണം അവര് വലിയ ആർഭാടായിട്ട് നടത്തും. അതിന്ന് പിന്മാറാൻ നന്ദൻ ഇനി കഴിയില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ഇനി അവിടെ നാണം കെട്ട് നിൽക്കണ്ട മോളെ. നാളെ രാവിലെ ഇങ്ങോട്ട് പോന്നോളൂ.